മർമ്മവിദ്യ എന്നാൽ വെറുമൊരു കൊലവിളിയല്ല. ഒരാളെ തളർത്താൻ അറിയുന്നവന് മാത്രമേ അയാളെ തളർച്ചയിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കും. കൊല്ലുന്ന രാജാവിനെ തിന്നാൻ വിധി എന്ന പഴഞ്ചൊല്ലുപോലെ മർമ്മങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം മാറ്റാനുള്ള വിദ്യയും മർമ്മശാസ്ത്രത്തിലുണ്ട്. ഇതിനെയാണ് മർമ്മ ചികിത്സ എന്ന് വിളിക്കുന്നത്. ശസ്ത്രക്രിയകളോ മരുന്നുകളോ ഇല്ലാതെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് രോഗശാന്തി വരുത്തുന്ന വിസ്മയകരമായ രീതി. നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. ഈ നാഡികളിലൂടെ ഒഴുകുന്ന പ്രാണൻ അഥവാ ജീവവായു മർമ്മങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു മർമ്മത്തിന് പരിക്കേറ്റാൽ ഈ പ്രവാഹം തടസ്സപ്പെടും. മർമ്മ ചികിത്സയിലൂടെ വിദഗ്ധനായ ഒരു ഗുരു ഈ തടസ്സങ്ങൾ നീക്കുന്നു. വാദസംബന്ധമായ അസുഖങ്ങൾ, മൈഗ്രെയിൻ, നടുവേദന, തളർവാദം, പാരാലിസിസ് എന്നിവയ്ക്ക് മർമ്മ ചികിത്സ ഫലപ്രദമാണെന്ന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും ഭാഗികമായി അംഗീകരിക്കുന്നുണ്ട്. ഇത് വെറുമൊരു മസാജല്ല, മറിച്ച് ശരീരത്തിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ റീസെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ്. മർമ്മങ്ങളെ ഉത്തേജിപ്പിക്കാൻ പല രീതികളുണ്ട്. 1. മർമ്മപ്രയോഗം. കൈവിരലുകൾ കൊണ്ട് കൃത്യമായ അളവിൽ മർദ്ദം നൽകുന്ന രീതി. 2. തിരുമ്മൽ, ഉഴിച്ചിൽ. ഔഷധ എണ്ണകൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ ഒഴിഞ്ഞ് മർമ്മങ്ങളെ ഉണർത്തുന്ന രീതി. 3. പിഴിച്ചിൽ. മർമ്മ പോയിന്റുകളിൽ ചൂടുള്ള എണ്ണ ധാരയായി ഒഴിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഓരോ മർമ്മത്തിലും എത്രത്തോളം മർദ്ദം നൽകണമെന്നത് വർഷങ്ങളുടെ പരിശീലനം കൊണ്ട് മാത്രം നേടിയെടുക്കുന്ന അറിവാണ്. 1 മില്ലിമീറ്റർ മാറിയാൽ പോലും ഫലം വിപരീതമാകാം. ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നോക്കി മർമ്മങ്ങൾ അമർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഇത് അത്യന്തം അപകടകരമാണ്. ശരീരശാസ്ത്രം കൃത്യമായി അറിയാത്തവർ മർമ്മങ്ങളിൽ തൊടുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മർമ്മവിദ്യ ഒരു കച്ചവടമല്ല, അതൊരു സംസ്കാരമാണ്. ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് പഠിക്കാനോ പ്രയോഗിക്കാനോ പാടുള്ളൂ. മർമ്മ ചികിത്സയിലൂടെ രോഗം മാറുമ്പോൾ അത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് മാനസികമായ ഉന്മേഷം കൂടിയാണ് നൽകുന്നത്. നമ്മൾ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു, കെട്ടുകഥകളെക്കുറിച്ച് പറഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഏറ്റവും ഗൗരവകരമായ ഭാഗമാണ്. യുദ്ധത്തിൽ മർമ്മങ്ങൾ എങ്ങനെ ആയുധമാക്കാം? ഒരു ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് നിസ്സഹായനാക്കാൻ കഴിയുന്ന ആയോധനമുറകൾ. ആ പഴയ കടത്തനാടൻ ചുവടുകളിലേക്ക് നമുക്ക് മടങ്ങാം. അങ്കത്തട്ടിലെ മർമ്മതന്ത്രങ്ങൾ. നമ്മൾ ഇതുവരെ ചികിത്സയെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ മർമ്മവിദ്യയുടെ ഏറ്റവും ഭീകരമായ മുഖം തെളിയുന്നത് പോരാക്കഭൂമിയിലാണ്. ആയുധമില്ലാതെ തന്നെ ഒരാളെ നിസ്സഹായനാക്കാൻ കഴിയുന്ന വിദ്യ. പുരാതന കേരളത്തിലെ ചേകവന്മാർ അങ്കത്തട്ടിൽ തോൽവി സമ്മതിക്കാതിരിക്കാൻ പ്രയോഗിച്ചിരുന്ന അവസാന അടവാണിത്, മർമ്മപ്രയോഗം. ശത്രുവിന്റെ ശരീരത്തിലെ ബലഹീനമായ ബിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള മിന്നൽ പ്രഹരങ്ങൾ. ആക്രമണത്തിൽ പ്രധാനമായും 5 മർമ്മസ്ഥാനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. 1. കണ്ഠമർമ്മം. കഴുത്തിലെ ഈ ഭാഗത്തുള്ള ചെറിയൊരാഘാതം പോലും ശ്വാസം തടയാനും ബോധക്ഷയമുണ്ടാക്കാനും കാരണമാകും. 2. ഹൃദയമർമ്മം. നെഞ്ചിന്റെ മധ്യഭാഗത്തുള്ള പ്രഹരം ഹൃദയമിടിപ്പിനെ നേരിട്ട് ബാധിക്കുന്നു. 3. നാഭിമർമ്മം. വയറിന്റെ താഴ്ഭാഗത്തുള്ള ഈ ബിന്ദുവിൽ അടിക്കുന്നത് ആന്തരിക അവയവങ്ങൾക്ക് കഠിനമായ വേദനയും തളർച്ചയും ഉണ്ടാക്കും. 4. ഗുൽഫമർമ്മം. കാലിലെ ഈ പോയിന്റിൽ പ്രഹരിച്ചാൽ ശത്രുവിനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. 5. മർമ്മവിദ്യയിലെ പിടിത്തങ്ങൾ അടിക്കുന്നതിനേക്കാൾ ഉപരിയായി ചില പ്രത്യേക സന്ധികളിൽ അമർത്തി ശത്രുവിനെ നിശ്ചലനാക്കുന്ന രീതിയാണിത്. പഴയകാലത്തെ യുദ്ധമുറകൾ ഇന്ന് നമുക്ക് ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ഇന്നത്തെ ലോകത്ത് സ്വയം പ്രതിരോധത്തിന് മർമ്മവിദ്യയുടെ അടിസ്ഥാനം അറിയുന്നത് വലിയൊരു കരുത്താണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും. പേശീബലം കുറവാണെങ്കിലും ശത്രുവിന്റെ ഒരു മർമ്മബിന്ദുവിൽ കൃത്യമായി പ്രഹരിക്കാൻ കഴിഞ്ഞാൽ ഏതു വലിയ അക്രമിയെയും തളർത്താം. ഇത് ഗുണ്ടായിസമല്ല, മറിച്ച് അതിജീവനത്തിനുള്ള തന്ത്രമാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്യ ഇന്നും അത്ര പരസ്യമാകാത്തത്? പഴയ ഗുരുക്കന്മാർ പറയും, പാത്രമറിഞ്ഞു വേണം ദാനം ചെയ്യാൻ. തെറ്റായ കൈകളിൽ ഈ അറിവെത്തിയാൽ അത് ലോകത്തിന് വലിയ വിപത്തായി മാറും. അതുകൊണ്ട് തന്നെ ശിഷ്യന്റെ ക്ഷമയും വിവേകവും പരീക്ഷിച്ച ശേഷം മാത്രമേ മർമ്മങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ ഗുരുക്കന്മാർ പറഞ്ഞുകൊടുത്തിരുന്നുള്ളൂ. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളതിതാണ്: ഈ അറിവ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇതുവരെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ശാസ്ത്രം ഇതിനെ എങ്ങനെ കാണുന്നു?
ആധുനിക വൈദ്യശാസ്ത്രവും മർമ്മവും തമ്മിലുള്ള ബന്ധമെന്താണ്? ന്യൂറോ സയൻസിന് ഈ 107 പോയിന്റുകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ പുരാതന വിദ്യയെക്കുറിച്ച് നടത്തുന്ന പഠനങ്ങൾ നമുക്ക് നോക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ പറഞ്ഞുവെച്ച ഈ 107 പോയിന്റുകളെ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം എങ്ങനെ കാണുന്നു? നമുക്ക് ന്യൂറോ സയൻസിലേക്കൊന്ന് കണ്ണോടിക്കാം. ശാസ്ത്രീയമായി നോക്കിയാൽ ഈ മർമ്മബിന്ദുക്കളെല്ലാം തന്നെ ശരീരത്തിലെ പ്രധാനപ്പെട്ട നാഡീസന്ധികൾ അല്ലെങ്കിൽ രക്തധമനികൾ ഒന്നിച്ചു ചേരുന്ന ഇടങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ ഏൽക്കുന്ന ആഘാതം നേരിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് മർമ്മത്തിലടിക്കുമ്പോൾ ശരീരം പെട്ടെന്ന് തളർന്നു പോകുന്നത്. ഇത് മാന്ത്രിക വിദ്യയല്ല, മറിച്ച് അങ്ങേയറ്റം കൃത്യതയുള്ള ശരീരശാസ്ത്രമാണ്. ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ചൈനീസ് വിദ്യയായ അക്യുപങ്ക്ചറുമായി മർമ്മവിദ്യയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ശരീരത്തിലെ എനർജി പോയിന്റുകളെ ഉത്തേജിപ്പിക്കുക എന്നതാണ് രണ്ട് രീതികളുടെയും അടിസ്ഥാനം. എന്നാൽ മർമ്മവിദ്യ ഇതിനേക്കാൾ ആഴത്തിലുള്ള ഒന്നാണ്. കാരണം ഇത് കേവലം ചികിത്സ മാത്രമല്ല, ആയോധന കലയുടെയും ഭാഗമാണ്. ഇന്ന് കായിക താരങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള സ്പോർട്സ് മസാജ് രീതികളിലും മർമ്മവിദ്യയുടെ സ്വാധീനം കാണാൻ സാധിക്കും. ഒരു മർമ്മബിന്ദുവിൽ ആഘാതമേറ്റാൽ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഈ പോയിന്റുകളിലെ ആഘാതം രക്തയോട്ടം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി നാഡികളെ മരവിപ്പിക്കുകയോ ചെയ്യുന്നുവെന്നാണ്. ഉദാഹരണത്തിന് സിപ്ര, അതായത് തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലുള്ള ഭാഗത്ത് നൽകുന്ന കൃത്യമായ മർദ്ദം തലവേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ആധുനിക റിഫ്ലെക്സോളജി സമ്മതിക്കുന്നു. ആധുനിക കാലത്ത് ഈ വിദ്യ പഠിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അറിവ് വർദ്ധിക്കുന്തോറും അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറുന്നു. അതുകൊണ്ടാണ് മർമ്മവിദ്യ പഠിപ്പിക്കുന്നതിനു മുൻപ് ഗുരുക്കന്മാർ ശിഷ്യന്റെ മനോനില പരിശോധിച്ചിരുന്നത്. ഒരു കത്തി ഡോക്ടറുടെ കയ്യിലാണെങ്കിൽ അത് ജീവൻ രക്ഷിക്കും, മറിച്ച് അക്രമിയുടെ കയ്യിലാണെങ്കിൽ അത് ജീവനെടുക്കും. മർമ്മവിദ്യയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. ശാസ്ത്രീയമായ അറിവ് മാനവികതയുടെ നന്മയ്ക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. മർമ്മവിദ്യയുടെ ഉത്ഭവം മുതൽ അതിൻ്റെ ശാസ്ത്രീയ സത്യങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവസാനമായി മർമ്മവിദ്യയുടെ ഭാവി എന്താണ്? മാറുന്ന ഈ ലോകത്ത് നമ്മുടെ ഈ പുരാതന പാരമ്പര്യം എങ്ങനെ സംരക്ഷിക്കാം? വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇതിലൂടെ എന്ത് നൽകാൻ സാധിക്കും? ഈ മഹത്തായ യാത്രയുടെ സമാപനത്തിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിലൂടെയാണ്. മർമ്മവിദ്യ എന്നത് വെറുമൊരു അടിയോ തടയോ അല്ല, അത് ഭാരതീയ ചിന്താധാരയുടെയും ആയുർവേദ ശാസ്ത്രത്തിൻ്റെയും ഉന്നതമായൊരു തലമാണ്. എന്നാൽ ഇന്ന് ഈ വിദ്യ എവിടെ നിൽക്കുന്നു? പല ഗുരുകുലങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു. പല രഹസ്യങ്ങളും താളിയോലകളിൽ തന്നെ ഒടുങ്ങി. നമ്മുടെ ഈ മഹത്തായ പാരമ്പര്യം വരും തലമുറയ്ക്ക് നാം എങ്ങനെ കൈമാറണം? ഇന്ന് ഓൺലൈൻ ലോകത്ത് മർമ്മവിദ്യ ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് മർമ്മം പഠിപ്പിക്കാമെന്ന് അവകാശപ്പെടുന്നവർ ഈ കലയുടെ പരിശുദ്ധി കളങ്കപ്പെടുത്തുകയാണ്. മർമ്മവിദ്യ പഠിക്കാൻ ഏകാഗ്രതയും അച്ചടക്കവും വർഷങ്ങളുടെ തപസ്യയും ആവശ്യമാണ്. ഇത് വേഗത്തിൽ കിട്ടുന്ന ഒന്നല്ല. യഥാർത്ഥ ഗുരുക്കന്മാരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് വിനയത്തോടെ ഈ അറിവ് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. സന്തോഷകരമായ ഒരു കാര്യം, ലോകം ഇന്ന് മർമ്മവിദ്യയെ ഗൗരവത്തോടെ കാണുന്നു എന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ കേരളത്തിലെ കളരികളിൽ വന്ന് ഈ വിദ്യ അഭ്യസിക്കുന്നു. ആധുനിക ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരും മർമ്മ ചികിത്സയുടെ ഗുണങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മണ്ണിലെ ഈ വിദ്യ ലോകത്തിന് മൊത്തം ശാന്തിയും ആശ്വാസവും നൽകുന്ന ഒന്നായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, മർമ്മവിദ്യയെക്കുറിച്ചുള്ള ഈ ദീർഘമായ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് തുടങ്ങുകയാണ്. നിങ്ങളുടെ ശരീരത്തെ അറിയുക, അതിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കുക. ആക്രമിക്കാനല്ല, മറിച്ച് ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ ഈ അറിവ് നമ്മെ സഹായിക്കട്ടെ. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഈ വിദ്യ, മറിച്ച് ഒരു ജീവിതകാലം മുഴുവൻ പഠിക്കേണ്ട ഒന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കാൻ ക്രോണിക്ലർ ടോക്സും കൂടെയുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.